Hey all, welcome back to my channel. Today's special. How are you all? എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഇതൊരു മൺഡേ മോർണിംഗ് ആണ്. ടൈം ഇപ്പോൾ 8:55. റയനും എൻ്റെ ഹസ്ബൻഡും രണ്ടുപേരും പോയി. ഇന്ന് മുതൽ റയന് എക്സാമാണ്. അപ്പോൾ ഹാഫ് ഡേ ഉള്ളൂ, ഉച്ചവരെ ഉള്ളൂ, ഹാഫ് ഡേ ആണ്. പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് അവധിയാണ്. മൺഡേ എക്സാം ആണെങ്കിൽ ട്യൂസ്ഡേ ലീവ്, വെൻസ്ഡേ എക്സാം, അങ്ങനെ. സോ റയൻ വരുന്നതിന് മുമ്പ് ഞാൻ പണികളൊക്കെ തീർക്കണം. ഇല്ലെങ്കിൽ എനിക്ക് സമയം ഒരു 2:30, 3 o'clock, 2:30 വരെ എനിക്ക് സമയമുണ്ടാവും പണിയൊക്കെ ചെയ്ത് തീർക്കാൻ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. വന്ന ഉടനെ പിന്നെ ഫുഡൊക്കെ കൊടുക്കണം. അങ്ങനെ കുറച്ച് ഇച്ചിരി ടൈറ്റ് ഷെഡ്യൂളാണ് ഉച്ചവരെ. സോ ഞാൻ വിചാരിച്ചെന്ന ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ come, let's get into the video. അപ്പോൾ ഫസ്റ്റ് ഈ ലോണ്ട്രി ഞാൻ ഒരു സെറ്റ് ലോണ്ട്രി ഉണ്ട് അകത്ത്. അപ്പോൾ ഞാനത് അലക്കാനിട്ട് ഫസ്റ്റ്. പിന്നെ കുറച്ച് പാത്രം മാത്രമേ ഉള്ളൂ, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇച്ചിരി പാത്രങ്ങൾ, ഇന്ന് രാവിലെ ഉണ്ടാക്കിയ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ മാവ് ക്ലീനിങ് ആണെങ്കിലും അത് കഴിയുമ്പം ഈ സെറ്റ് ഇടാനാ. പിന്നെ കുക്കിംഗ് ഉണ്ട്. ഇത് ആസ് യൂഷ്വൽ ഇങ്ങനെ തന്നെ. ഇന്ന് രാവിലെ ഇതൊക്കെ ഊരിയിട്ടിട്ട് പോയതാണ്. ഇതാണ് അതൊക്കെ. ഈ റൂം ഞാൻ എന്തെല്ലാം ചെയ്താലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. പിന്നെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ചെറുതായിട്ട് ബ്രഷ് ദ ഹൗസ്. അപ്പം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് പിന്നെ ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്യും. പിന്നെ അത് തുണിയാണെങ്കിൽ ഇച്ചിരിയേ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട്, ഇതാണെങ്കിലും അങ്ങനെ വലിയ വൃത്തികേടല്ല അന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലീൻ ചെയ്തു, അതുകൊണ്ട് അങ്ങനെ വലിയ വൃത്തികേടാക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് നാളെ അവധിയുണ്ട്. അതുകൊണ്ട് പിന്നെയും ചിലപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ആവാൻ ഒരു 98% ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വെനസ്ഡേ ആകുമ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നഴ്സറി പോയിട്ട് ഇതേ ഒരു തുളസിയുടെ ചെടി വാങ്ങി. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ കുക്കിംഗ് ഉണ്ട്. ഞാൻ ഇന്നൊരു വെണ്ടയ്ക്ക ഇട്ടിട്ടുള്ള ഒരു തീയൽ പോലെ ഒരു കറിയും പിന്നെ പടവലങ്ങ ഇട്ടിട്ട് ഒരു കൂട്ട്, അത് രണ്ടും ഞങ്ങളുടെ അവിടുത്തെ സ്റ്റൈലാണ് കുക്കിംഗ്. അത് റയന് സ്നാക്സ് കൊടുത്തു വിട്ടത്, പൊമോഗ്രാനൈറ്റ്. അപ്പോൾ അത് ഇച്ചിരി ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ പണികൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ കം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അങ്ങനെ ഈ റൂം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത റൂമിൽ പോകാം. അപ്പോൾ അങ്ങനെ ഈ റൂം ക്ലീൻ ചെയ്തു. ഇതൊരു എക്സ്ട്രാ പില്ലോ കവറായിരുന്നു. ഇനി ഈ റൂമിലേക്ക് പോകണം. മാവ് പിന്നെ ഇച്ചിരി കറിയും ഈ സവാള കറിയും കൂടി കൂട്ടി കഴിക്കാൻ പോവാം. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണി ചെയ്യാം. ടൈം ഇപ്പോൾ 10:20 ആയി. ഞാൻ ഈ തുണി എടുത്ത് മടക്കി വെച്ചിട്ട് ഇത് വിരിക്കാനുണ്ട്. അപ്പോൾ ക്ലീനിങ് ഫുള്ള് കഴിഞ്ഞു. ഇനി അടുക്കളയിൽ കയറാനുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ കാർപ്പട്ടി എന്നിട്ട് അതുപോലെ എടുത്ത് വെച്ചില്ലെങ്കിൽ മോൻ വന്ന് അടി കൂടും. അതുകൊണ്ട് അതുപോലെ എടുത്ത് വെച്ചു. പിന്നെ ഈ റൂം അതാണ് എൻ്റെ ട്രൈപ്പോഡ്. എൻ്റെ അല്ല, എൻ്റെ ഹസ്ബൻഡ് ട്രൈപ്പോഡാണേ. എല്ലാ റൂമും അങ്ങ് റെഡിയായി. ഇനി അടുക്കളയിൽ കയറണം, പാത്രം കഴുകണം. അപ്പോൾ പാത്രം കഴുകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചോറും പരിപ്പും വെക്കും. ഇന്ന് കടലപ്പരിപ്പ് വേണം പടവലങ്ങയുടെ കറിക്ക്.
ഞാനിനി പാത്രമൊക്കെ കഴുകി തുടങ്ങുന്നതിന് മുമ്പേ ഞാനിനി എന്താണ് ചോറും ഇതും വെക്കണം. ഇപ്പം വെക്കണമെന്നറിയില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും 11 ആകുമ്പോൾ വെക്കാം. ഒത്തിരി നേരത്തെ വെച്ചാൽ പിന്നെ തണുത്ത് പോകൂലേ. അതുകൊണ്ട് ഞാനിനി പാത്രം കഴുകി പിന്നെ പച്ചക്കറി കട്ട് ചെയ്യണം, കറിക്കുള്ളതൊക്കെ റെഡിയാക്കണം, പിന്നെ എന്നാ തേങ്ങ ചിരണ്ടണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. എന്തായാലും വിചാരിച്ച പോലെ നേരത്തെ തന്നെ തീർന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കാം. അത് ഞാൻ കുതിർത്ത് വെക്കും. അരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുളി ഒഴിച്ച കറി ആയതുകൊണ്ട് ഇച്ചിരി പുളി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കടലപ്പരിപ്പ്, തേങ്ങ ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തേങ്ങയും കൂടി ഒന്ന് ചിരണ്ടാവുന്നുണ്ട്. ഇവിടെ ഞാൻ വെണ്ടയ്ക്കയും പടവലങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പൊമോഗ്രാനൈറ്റ്. അപ്പോൾ നമുക്ക് പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. അവരും ഈ തേങ്ങ ചിരണ്ടുന്ന സാധനം വാങ്ങിച്ചതോടുകൂടി ഭയങ്കര എളുപ്പമുണ്ട്. നമുക്ക് TV കണ്ടിട്ട് ഇതിലിരുന്ന് ഇങ്ങനെ ചിരണ്ടിയാൽ മതി. ഇതുപോലെ കാർപ്പറ്റ് വിരിച്ചിട്ട്. കടലപ്പരിപ്പ് നമ്മൾ എടുത്തില്ലേ, ഞാനിത് 3 ടേബിൾ സ്പൂൺ, ഇത് പടവലങ്ങ 1 കപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തു. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കിത് 3 വിസിൽ വരെ പ്രഷർ കുക്ക് ചെയ്യാം. അതുപോലെ ഞാൻ ചോറും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ തന്നെ. അപ്പോൾ ചോറ് ഒരു 3 വിസിൽ, അപ്പോൾ കറക്റ്റ് ആയിരിക്കും. രണ്ടും കൂടി 3 വിസിൽ വിടാം. അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തുടങ്ങാൻ പോവാം. ഇതിൽ നമ്മൾ മറ്റും പടവലങ്ങ ഇതിൽ ഇതാവുക. ഇവിടെ ചോറും കടലപ്പരിപ്പും ഇതും ഈ ലാസ്റ്റ് വിസിലാണ്. ഇപ്പോൾ വന്ന് ഞാനത് ഓഫ് ചെയ്യും. എന്നിട്ട് ഈ പാത്രം ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു. അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ വെറുതെ വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് വാടി വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് നമ്മൾ കറി ഉണ്ടാക്കും. ഇവിടെ പടവലങ്ങ വെന്തു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കടലപ്പരിപ്പും ഇത് എന്നാ നമ്മുടെ പടവലങ്ങയെ ഒരുമിച്ചിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ ഈ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ തേങ്ങ പിന്നെ ജീരകം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും ഇവിടെ മോന് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ 1 പച്ചമുളക്, പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 1 പച്ചമുളക് ചുമ്മാ ഒന്ന് ചതച്ചെടുത്തു മിക്സിയിൽ ഇത് ചേർത്ത് കൊടുക്കും. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, അത് ഇച്ചിരി കൂടി വേവാനുണ്ട്. അപ്പം ഞാൻ ഒരു വിസിലിനും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം ഞാനൊരു പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. ഇതിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. മെഷർമെൻറ്റ്സിനൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണം. അതിൽ ഞാൻ കറക്റ്റ് അളവൊക്കെ ഞാൻ പറയാം, എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിരക്കും കൂടി ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ ഒരു പിഞ്ച് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ പരിപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, അത് ഇച്ചിരി കൂടി വേവാനുണ്ട്. അപ്പം ഞാൻ ഒരു വിസിലിനും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം ഞാനൊരു പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. ഇതിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി. ഇപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നെ ഈ ഉള്ളിയും ഒരു കൈപ്പിടി ഉള്ളിയും ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇങ്ങനെ ചെറുതാണെങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. വലുതാണെങ്കിൽ ഇങ്ങനെ 2ആയിട്ടോ 3ആയിട്ടോ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്ക വറുത്തല്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തത്. ഇത് ഞാനൊരു ചെറിയ തക്കാളി, നമ്മൾ പുളിയും കൂടി ഒഴിക്കുന്നത് കൊണ്ട് ഞാൻ ചെറിയ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് സോഫ്റ്റായി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതൊന്ന് വാടുന്ന വരെ നമുക്കിതൊന്ന് സോട്ടേ ചെയ്യാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ സാമ്പാർ മസാല ചേർത്ത് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവനുസരിച്ച് വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട, യു ക്യാൻ സ്കിപ്പ്. ഞാനിപ്പോൾ എന്തായാലും മുളക് പൊടി ചേർക്കുന്നില്ല. ഈ സാമ്പാർ മസാലയിലുള്ള ആ എരിവ് തന്നെ മതി.
ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഈ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി മാഷായി. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും സാമ്പാർ മസാലേൻ്റെ പച്ചമണവും മാറി. ഇപ്പം നമുക്ക് ഈ വെണ്ടയ്ക്ക ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഈ മസാലയും വെണ്ടയ്ക്കയിലൊന്ന് പിടിക്കട്ടെ. പിന്നെ നമുക്കിതിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 2 minutes നല്ലപോലെ ഈ മസാലയിൽ കിടന്ന് കഴിയുമ്പോൾ നമുക്കിതിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 minutes നല്ലപോലെ ഈ മസാലയിൽ അങ്ങ് കിടന്നു. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ സാമ്പാർ പൗഡറാണ് ഞാൻ ചേർത്തത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാം. അതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് പറഞ്ഞാൽ ആ പുളിവെള്ളത്തിൻ്റെ പച്ചമണം പോകണം, പച്ചമണവും പച്ച ടേസ്റ്റും പോകണം. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അതൊന്ന് തിക്കാവണം. അത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കാം. നല്ലപോലെ ഒന്ന് ഒരു നല്ല ബോയിൽ വരുമ്പോൾ നമുക്കിതിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തു. വെറും തേങ്ങ വരുന്നില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞാനിന്ന് അരച്ചെടുക്കാൻ പോവാം. പരിപ്പ് വെന്തു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ പടവലങ്ങയിൽ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സായി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് പരിപ്പിലുള്ള പ്രോട്ടീനും കിട്ടും, പിന്നെ പടവലങ്ങയിലുള്ള വൈറ്റമിൻസും ഫൈബറും എല്ലാം കൂടി അങ്ങ് കിട്ടും. അപ്പം എങ്ങനെയാണെങ്കിലും നല്ലതാണ്. പിന്നെ ഇത് നമുക്ക് വേറെ കറിയുടെ കൂടെ കഴിക്കണമെന്നൊന്നുമില്ല. ചുമ്മാ ഇതാണെങ്കിൽ നമുക്ക് ചോറിലിട്ടിട്ട് കൊടുക്കുന്നതാണെങ്കിൽ നല്ലതാ. ഇച്ചിരി ചോറും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ കറി ഉണ്ടാക്കി കൊടുക്കുന്നതും നല്ലതാണ്. അപ്പം അപ്പുറത്തെ നമ്മുടെ പുളിക്കറി അങ്ങ് തിളയ്ക്കാൻ തുടങ്ങി. നല്ലപോലെ അതൊന്ന് തിളയ്ക്കണം. നല്ലപോലെ ഒന്ന് തിക്കായി വരണം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാനപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ കടലപ്പരിപ്പ് തന്നെ ഇടണമെന്നൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ ചെറുപയർ പരിപ്പാണെങ്കിലും ചേർക്കാം. ചിലർ തുവരം പരിപ്പ് ഇട്ടിട്ടും ചെയ്യാറുണ്ട്. എൻ്റെ അമ്മ പക്ഷേ ഇത് ഇങ്ങനെ കടലപ്പരിപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് തന്നെ ചൗ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പച്ചക്കറി ഉണ്ടല്ലോ, അതും ഇതുപോലെ സെയിം പ്രൊസീജിയറിൽ ഉണ്ടാക്കാം. ക്യാബേജ് ഇങ്ങനെ ഉണ്ടാക്കാം. എല്ലാം നല്ലതാണ്. ശരിക്കും ഇതിന് ഒരു കറിയോ ഒന്നും വേണ്ട. സൈഡ് ഡിഷ് ആണെങ്കിൽ പോലും ഇത് നമുക്ക് വെറുതെ ആണെങ്കിൽ അങ്ങ് കഴിക്കാം. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ അരച്ചല്ല ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ച് തേങ്ങ, ജീരകം, പച്ചമുളക് ഇത് നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ. എന്നിട്ട് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇത് നമ്മുടെ അവിയൽ പോലെയൊക്കെ ഇച്ചിരി ഒരു ഡ്രൈ ആവത്തില്ല, ഭയങ്കര ഡ്രൈ അല്ല, ഒരു മാതിരി ഗ്രേവി ഒരു കൺസിസ്റ്റൻസിയാണിത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഈ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ അതൊന്ന് തിക്കായ ഗ്രേവി നല്ലപോലെ തിക്കായി വന്നു. ഇപ്പം ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ചു വെച്ച് ഈ തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാൻ പോവാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തോ. അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ്. അപ്പം ഈ പുളി ചിലപ്പോൾ ചിലർക്ക് കൂടുതലായിട്ട് തോന്നും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എല്ലാം തന്നെ തക്കാളിയോ പുളിവെള്ളമോ അല്ലെങ്കിൽ നമുക്ക് തേങ്ങ ഇച്ചിരി കൂടുതലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇറ്റ്സ് ലൈക്ക് അപ് ടു യോർ വാട്ട് യു സേ പ്രിഫറൻസ് ആൻഡ് ടേസ്റ്റ്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അഗൈൻ ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ നല്ലപോലെ ഒന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. നോക്കിയിട്ട് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഒരു 5 minutes. അപ്പം ഈ പടവലങ്ങ നല്ലപോലെ വെന്തോ അതുപോലെ ഈ തേങ്ങയുടെ ഒക്കെ പച്ചമണം മാറിയോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനത്തെ കൺസിസ്റ്റൻസി ആണ് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ, ഇല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഇഷ്ടമാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു അതിൽ. എന്നിട്ട് ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുത്ത് ഞാൻ വേറെ ഇവിടെ ഒരു ചെറിയ ഇത് വെച്ചിട്ട് ഞാനിതിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പില മാത്രം ഇട്ടിട്ട് അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പോകും. ഞാൻ കടുക് പൊട്ടിച്ചതിൻ്റെ കൂടെ ഒഴിച്ച് എന്നിട്ട് മിക്സ് ചെയ്തു. പിന്നെ അതായത് നമ്മുടെ കറിയും റെഡി ആവാറായി. ഇപ്പം ഞാനൊരു 2 minutes ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തിളപ്പിക്കാൻ പോവാം. ഈ കളറല്ല ശരിക്കും ഞാൻ
അടുക്കളയിലും പണി കഴിഞ്ഞു. ഇത് തേങ്ങ ചിരണ്ടി അതെടുത്ത് കഴുകി വെച്ചു. ഒരു മീൻ വറുക്കുന്ന പാത്രം മാത്രം ഉണ്ട്, അത് ഒരു മെഷറിങ് സ്പൂണ് അത് മാത്രം ഒന്ന് കഴുകണം. പിന്നെ ഇത് അപ്പോൾ നമ്മുടെ ഉച്ചത്തേക്കുള്ള ലഞ്ച് റെഡിയായി. ഞാനിത് ഓഫ് ചെയ്തു, അല്ല ഓഫ് ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പുളിക്കുഴമ്പ് റെഡിയായി. പിന്നെ ഇത് വേറെ ഒരു വേർഷനാണ്. ഇതല്ലാതെ നിങ്ങൾ എൻ്റെ ഏതാ ലിസ്റ്റിൽ വെണ്ടയ്ക്ക പുളിക്കുഴമ്പ് അടിച്ച് നോക്കിയാൽ വേറെ ഒരു റെസിപ്പിയും ഉണ്ട്. അത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന, ശരിക്കും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അത് വേണമെങ്കിൽ തപ്പി നോക്കി. പക്ഷേ ഇത് വന്നിട്ടാണെങ്കിലും തുണി വിരിക്കാം, കുഴപ്പമില്ല. പിന്നെ എന്താണ്, ഇനി ഞാൻ ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് ഞാൻ റെഡി ആയിട്ട് പിന്നെ മോനെ. If you like this video, please like, share and subscribe to my channel. Ruthi Sukumar ചോദിച്ചു മോൻ എങ്ങനെയുണ്ടെന്ന്, പനി മാറിയോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച് ഡാ. പനി അന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന്, ആ ക്ലിനിക്കിൽ പോയിട്ട് വന്ന അന്ന് രാത്രി തന്നെ ചുമയൊക്കെ മാറി, മൂക്കൊലിപ്പും മാറി. ഒരു ഡ്രോപ്സും 2 മരുന്നും ഉണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയി. ഇപ്പോൾ എന്നാലും 5 days കോഴ്സാണ്. അപ്പോൾ നാളെ മരുന്ന് തീരുള്ളൂ. എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പിയായ കമൻറ്റ് കണ്ടപ്പോൾ. ഹലോ ഹലോ ആയി. അതെന്താ അത് പുതിയ ടോയാ? വാങ്ങ ബേബി കുട്ടോ. കഴിച്ചു, പാത്രം എല്ലാം കഴുകി വെച്ചു. പിന്നെ എനിക്കെന്തോ ഇത് ക്ലീൻ ചെയ്യാത്ത ഒരു സമാധാനക്കേടായിരുന്നു. അതുകൊണ്ട് സ്റ്റൗ ടോപ്പ് അങ്ങ് ക്ലീൻ ചെയ്തു. ഇപ്പം ദേ രായൻ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ്? അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ റുട്ടീൻ തീരുവാണ്. If you like this video, please like, share and subscribe to my channel. Thank you for watching. ഇനി രായനെ ഒന്ന് ഉറക്കണം. Bye bye.